എക്കോ എന്ന സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സിനിമ റിവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടവരുടെ ചർച്ച കണ്ടിട്ടോ ഒരിക്കലും പോകരുത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയാകും പോലും. കാരണം അതിന് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് സിനിമ. ഓരോ സീനിലേക്ക് കടക്കുന്തോറും പടം അത്രത്തോളം സീറ്റഡാണ് എന്ന് തന്നെ പറയാം. കഥ ഡെവലപ്മെൻറ്റ് ചെയ്തു വരുമ്പോൾ ഇതെങ്ങോട്ടാണ് എത്തിപ്പെടുന്നത് എന്ന് വരെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഓരോ കഥാപാത്രങ്ങളെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അത് നല്ല ബ്യൂട്ടിഫുള്ളായി ഓരോരുത്തർക്ക് കൊടുക്കേണ്ട സ്ഥാനം ഏതാണോ അതിൻ്റെ വലുത് തന്നെ കൊടുത്താണ് സിനിമ വന്നേക്കുന്നത്. കഥാപാത്രങ്ങളെല്ലാം ഒരു രക്ഷയില്ല. സീനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ടതെന്ന് ഉള്ളതിന് മറുപടി ആ സിനിമയിൽ തന്നെ ഉണ്ട്. അവർ അതിൻ്റെ പൂർണ്ണത നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആ കഥയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും സിനിമ ഒരു രക്ഷയില്ല. പടത്തിൻ്റെ ഫ്രെയിമുകളാണേലും BGM ആണേലും അഭിനയ രീതിയാണേലും നമ്മുടെ സന്ദീപ് ഒരു രക്ഷയില്ല. മച്ചാൻ തകർക്കും. ബോഡി ലാംഗ്വേജ് വെച്ച് ഈ സിനിമയ്ക്ക് വേണ്ട ബോഡി ലാംഗ്വേജിന് വേണ്ടി ഇവൻ മാറ്റിയെടുത്താണോ എന്ന് തന്നെ തോന്നിപ്പോകും. അമ്മാതിരി ആയിട്ട് സാധനം ഒരു രക്ഷയില്ല. അവൻ തകർക്കും മച്ചാൻ. മലയാളത്തിൻ്റെ കിഷ്കിന്നാകാന്ഡം എന്ന സിനിമ ചെയ്ത മലയാളത്തിൻ്റെ തന്നെ എന്ന് പറയാം. കാരണം അതിനും മാത്രം ആ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ടീം തന്നെയാണ് ഈ സിനിമ ചെയ്തത്. ആ സിനിമയിൽ എങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയോ അതേ സാധനം തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. പടത്തിൻ്റെ കഥയിലേക്ക് ഒരു റിവ്യൂറും കിടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഒരു ഇതിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ട്വിസ്റ്റ് തരുന്നുണ്ട് എല്ലാം. എനിക്ക് സ്പോയിലറല്ല, എന്നാലും ക്ലൈമാക്സ് ഇന്ന ആളായിരിക്കും എന്നെനിക്കൊരു തോന്നൽ വന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചതിന് അപ്പുറത്തെ സംവിധായകൻ എനിക്ക് തന്നപ്പോൾ അതെനിക്ക് എൻ്റെ പൊന്നോ, നമ്മൾ കണ്ടിരിക്കും പറയല്ലേ ഇതാടാ മോനെ സിനിമ എന്താടാ എന്നുള്ള സാധനം അതെനിക്ക് കിട്ടി, പൂർണ്ണമായും കിട്ടി.